പക്ഷെ ആളുകളുടെ ഈ അക്സെപ്റ്റൻസും ഈ സ്നേഹവും കാണുമ്പോൾ അപ്പൊ എനിക്ക് ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ടായിരുന്നു ആളുകൾ എന്നെ മറന്നിട്ടുണ്ട് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സാധിച്ചതും അതുപോലെ ആളുകളുടെ ഇത്രയും ഒരു സ്നേഹം റിയലൈസ് ചെയ്യാനും സാധിച്ചത്. സോ അപ്പൊ എനിക്ക് തോന്നി ഓക്കെ എന്നെയും ആളുകൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ആസ് ആർട്ടിസ്റ്റ്. നമ്മള് സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴാണെങ്കിലും ഇപ്പൊ മാമിന്റെ ഓരോ പണ്ടത്തെ സിനിമകളുടെ ക്ലിപ്സും അതൊക്കെ വരുമ്പോ അതിന്റെ ഇടയിൽ ഇതുപോലെ ഒരു സിനിമ അല്ലെങ്കിൽ ആ ഒരു നായികനെ വീണ്ടും കാണണം അങ്ങനെ ഒരു ആഗ്രഹം എല്ലാരും പ്രകടിപ്പിച്ചു. നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഇങ്ങനെ ആളുകൾ പറഞ്ഞൊക്കെ നമുക്ക് എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞ് നമ്മൾ കുറച്ചൊക്കെ ആളുകളുടെ റിയാക്ഷൻസ് ഈ സിനിമ കഴിഞ്ഞ ശേഷം അറിഞ്ഞിട്ടുണ്ട്. പണ്ട് കൂടുതലും ഡ്രാമ ടൈപ്പ് മൂവീസ് ആയിരുന്നല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ ഒരു അമൽനീത പടത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് റോള് കിട്ടിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഡ്രാമ ആ ടൈപ്പ് ആണോ എനിക്കറിയില്ല. അത് ഓരോ ഡയറക്ടറിന്റെയും സ്റ്റൈലാണ്. ഫാമിലി ഓറിയന്റഡ് അങ്ങനത്തെയാണ്. അതാണ് എന്ന് പറഞ്ഞാൽ ഓരോ ഡയറക്ടറിന്റെയും ഒരു എന്താണ് ഒരു അവരുടെ ഒരു സ്റ്റൈലാണ് ഓരോ സിനിമയും. ഇത് അമൽ നീരദ് സിനിമയായിരുന്നു. അപ്പൊ അതിനകത്ത് വരുമ്പം തീർച്ചയായും ഒരു യൂത്തിന്റെ ഇടയിലും അതുപോലെ അങ്ങനെ കുറച്ച് ഇങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസും ഒക്കെ അമൽ നീരദ് സിനിമയ്ക്ക് തീർച്ചയായും ഉണ്ട്. അപ്പൊ അതിന്റെ അക്സെപ്റ്റൻസ് എന്തായാലും ഉണ്ടാകും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. ഒരു വലിയൊരു അങ്ങനത്തെ ഒരു എന്താണ് ആളുകളുടെ ഇടയിൽ ഈ സിനിമയ്ക്ക് വളരെയധികം നല്ലൊരു വരവേൽപ്പ് ഉണ്ടാവും. അതിനകത്ത് ഞാൻ ചെയ്ത കഥാപാത്രത്തിന് ഇത്രയും അധികം ഞാൻ പ്രതീക്ഷിച്ചതിലും എനിക്ക് തോന്നുന്നു ഒരു 10 മടങ്ങ് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടി. ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ സ്നേഹം ആളുകളുടെ അടുത്ത് കിട്ടി. അത് എന്താണ് ചെറിയ ടോപ്പ് തന്നെയാണ്. വേറൊരു സിനിമ വന്നില്ല. പിന്നെ വന്നത് എൻ്റെ ഹസ്ബൻഡിന്റെ മൂവിയാണ്. പിന്നെ എനിക്ക് ഇതിലും വലിയൊരു കംഫർട്ട് സോൺ ഇല്ല. ഏറ്റവും എന്നെ കംഫർട്ടബിൾ ആക്കി എനിക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ സാധിക്കും എന്ന് എനിക്ക് വളരെയധികം ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ എന്നേക്കാൾ വിശ്വാസം അമലിനായിരുന്നു ഈ കഥാപാത്രം എനിക്ക് അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം ആ വിശ്വാസവും എല്ലാം കൂടിയാണ് ഈ പ്രോജക്റ്റ് സെലക്ട് ചെയ്യാനുള്ള കാരണം. നല്ല പാടായിരുന്നു. എനിക്കും ഷാബോച്ചനും ഒട്ടും ശീലമില്ലാത്ത സ്വാഗും സ്റ്റൈലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങളെ പഠിപ്പിച്ച സുമേഷിനോടും ജിഷ്ണുവിനോടും ആദ്യമേ പറഞ്ഞത് ഞങ്ങൾ പുതിയതായി വന്ന് എങ്ങനെയാണോ പുതിയതായിട്ട് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് ആ മൈൻഡ് സെറ്റിൽ വേണം ഞങ്ങളെ പഠിപ്പിക്കാൻ. അത് ഇവർ ഡാൻസ് കളിക്കുന്നതൊക്കെ തെറ്റിദ്ധാരണയോടുകൂടി ഒന്നും വരരുത് എന്നാണ് അവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നത്. അവരതേ ഇതിനകത്ത് ഞങ്ങൾക്ക് അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും പതുക്കെ പറ്റും. ഞങ്ങളുടെ കോൺഫിഡൻസിനെ ഒട്ടും തളർത്താതെ ഇടയിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുമായിരുന്നു. ഒട്ടും പറ്റുന്നില്ലല്ലോ ഇതിനി എങ്ങനെ ഒരാഴ്ച കൊണ്ട് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പം അത് വളരെ സിംപ്ലിഫൈ ചെയ്ത് അതിനെ പഠിപ്പിച്ചു എന്നുള്ളത് അത് അവരുടെ എടുത്ത്